നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന അഫോർഡബിൾ റേറ്റിനുള്ള പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അധികം പുട്ടിയൊന്നും ഇല്ലാതെ എന്ന നല്ല ക്യൂട്ടായിട്ട് ക്ലീൻ ആയിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ ഒരുങ്ങിയെടുക്കാം എന്നുള്ളത് നോക്കി നോക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ റെഡി ആവാൻ പോവാണ്. ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും എന്തൊക്കെയാണ്, സുഖമായിട്ടും ഹാപ്പി ആയിട്ടിരിക്കാന്ന് വിശ്വസിക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ എൻഗേജ്മെന്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ റെഡി ആവാൻ പോവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ഗെറ്റ് റെഡി വിത്ത് മീ കൂടി ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് അധികം പുട്ടിയൊന്നും ഇല്ലാതെ എന്നാൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന അഫോർഡബിൾ റേറ്റിനുള്ള പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അധികം പുട്ടിയൊന്നും ഇല്ലാതെ എന്നാൽ നല്ല ക്യൂട്ടായിട്ട് ക്ലീൻ ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ഒരുങ്ങിയെടുക്കാം എന്നുള്ളത് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ റെഡി ആവാൻ പോവാണ്. അപ്പോൾ എനിക്ക് പോകാൻ ഇനിയും ടൈമുണ്ട്. അപ്പോൾ നമുക്ക് മെല്ലെ മെല്ലെ വർത്താനം പറഞ്ഞിട്ടൊക്കെ നമുക്ക് റെഡി ആവാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിൻ്റെ മുന്നേറ്റ് എന്നെയും നമ്മുടെ ഈ ഒരു ചാനലും നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അഖില എന്നാണ്. നമ്മളെ ചാനലിൻ്റെ പേര് അഗി സിംപ്ലി വേൾഡ് എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ചാനലൊന്ന് കയറി കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ടാവും. സ്കിൻ കെയറിൻ്റെ ഉണ്ടാവും, ഹെയർ കെയറിൻ്റെ ഉണ്ടാവും, മേക്കപ്പ് റിലേറ്റഡ് ഉണ്ടാവും, പിന്നെ ഡെയിലി ലൈഫ് റിലേറ്റഡ് വീഡിയോസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ വേഗം കൂടിക്കോളാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ ഒരുങ്ങാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ ഫേസൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്, ഫേസ് ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. അത് മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഞാൻ മേക്കപ്പ് റിലേറ്റഡ് വീഡിയോസ് കുറേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള അതേ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഇനിയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. അതേ പ്രൊഡക്ട്സ് ഒക്കെയാണ്. എന്നാലും ചില പ്രൊഡക്ട്സിന് ഡിഫറെൻ്റ് ഉണ്ട്, എന്താ പറയുക, ചില ന്യൂ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ ചെയ്യുന്നത്, അപ്പോൾ ഇങ്ങനെയാണ് മേക്കപ്പ് ചെയ്യുക എന്നൊന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഞാൻ ചെയ്യാറുള്ളത്, ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് എന്തായാലും നിൽക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ വെറൈറ്റി ആയിട്ട് ഞാൻ എപ്പോൾ മേക്കപ്പ് ചെയ്യണ സമയത്തും എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു മേക്കപ്പിലും എന്തെങ്കിലുമൊക്കെ മാറ്റം കൊണ്ടുവരണമെന്നുണ്ട്. നോക്കി വെക്കാം മാറ്റാവോ ഇല്ലേ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫേസ് ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. ഫേസ് ഞാൻ ക്ലെൻസ് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളുടെ ഗുഡ് വൈബ്സിൻ്റെ നമ്മളുടെ ഗോഡ് മിൽക്ക് ഫേസ് വാഷ് ഉണ്ട്. അത് അടിപൊളിയാണ് കേട്ടോ. ഞാൻ എൻ്റെ കഴിയാറായിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സിൻ്റെ പേരുകളൊക്കെ ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ പറഞ്ഞു പോവാം. ഇതന്നെ വാങ്ങിക്കണം, ഇതന്നെ വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഇതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് കുഴപ്പമില്ലാത്ത പ്രൊഡക്ട്സ് ആണ് ഞാനിപ്പോൾ കാണിക്കുന്ന മിക്ക പ്രൊഡക്ട്സും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഫേസ് ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. ഇനി മേക്കപ്പ് ചെയ്യാനായിട്ട് മുന്നിട്ട് ഞാനിത് നമ്മളുടെ ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ മിക്ക വീഡിയോസിലും കാണിക്കാറുണ്ട് നമ്മൾ ടോണർ. ഈ ഒരു പ്ലമ്മിൻ്റെ നയാസെറമെ ടോണറാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്യണ സമയത്ത് ഇങ്ങനെ ടോണറൊക്കെ അപ്ലൈ ചെയ്തിട്ട് മേക്കപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒരു ഞാൻ ഈ പറയുന്ന സ്റ്റെപ്സൊക്കെ ഫോളോ ചെയ്തിട്ട് ഞാൻ മേക്കപ്പ് ചെയ്യണ സമയത്ത് എനിക്ക് ഒന്നുകൂടി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് മേക്കപ്പ് നിൽക്കുന്നൊരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടി ക്ലീൻ ആയിട്ട് ഒന്നുകൂടി എന്താ പറയുക, നല്ലൊരു ഫിനിഷ് ലുക്കായിട്ട് നിൽക്കുന്ന ഒരു ഫീൽ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ അത് തന്നെ ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഓക്കെ, അപ്പോൾ ഈ ടോണർ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ പോഴ്സൊക്കെ ഓപ്പൺ ആയിരിക്കുന്ന പോഴ്സൊക്കെ അതൊന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ മേക്കപ്പിനായിട്ട് മുന്നേ അപ്ലൈ ചെയ്യണ ഈ ഒരു ടോണർ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഓപ്പൺ ആയിരിക്കുന്ന പോഴ്സിലേക്കൊക്കെ നമ്മുടെ മേക്കപ്പും കാര്യങ്ങളൊന്നും പോവാതെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് നമ്മൾ ഈ ടോണർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇതൊന്ന് ഇനി അബ്സോർബ് ആവട്ടെ കേട്ടോ. ഇനി നമുക്ക് അടുത്ത പ്രൊസീജിയർ നോക്കാം. ഇത് ജസ്റ്റ് ഒന്ന് അബ്സോർബ് ആവട്ടെ കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ ടോണർ നല്ല രീതിക്ക് തന്നെ അബ്സോർബ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പറയുന്ന മേക്കപ്പ് ലുക്ക് വന്നിട്ട് നമ്മൾക്ക് എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ, അതേപോലെ തന്നെ മാരേജ് ഫംഗ്ഷൻ, നല്ല ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോളോ ചെയ്ത് പോകാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മേക്കപ്പ് ലുക്കാണ് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും അധികം പുട്ടിയൊന്നും ഇല്ലാതെ നല്ല ക്ലീൻ ആയിട്ട് നമ്മളുടെ സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന മേക്കപ്പ് ലുക്കാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും എന്താ പറയുക ഫോളോ ചെയ്ത് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അങ്ങനെയാണ് കേട്ടോ. എൻ്റെ സ്കിൻ ടോൺ എന്തായാലും ഒരുപാട് അങ്ങോട്ട് ലൈറ്റൻ ചെയ്യാതെ നമുക്ക് പുട്ടിയടിച്ച ഫീലൊന്നും ഇല്ലാതെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് മേക്കപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു വൃത്തിയായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു മേക്കപ്പ് ലുക്കാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ടോണർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, നല്ല രീതിക്ക് തന്നെ അബ്സോർബ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഞാനിവിടെ മോയ്സ്ചറൈസർ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. മോയ്സ്ചറൈസർ വന്നിട്ട് നമ്മൾ ഈ ഒരു ഫോക്സ് സ്റ്റൈലിൻ്റെ മോയ്സ്ചറൈസർ ആണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഓൾ സ്കിൻ ടൈപ്പിന് ചേരുന്ന മോയ്സ്ചറൈസർ ആണ്. പക്ഷെ നമ്മുടെ ഓയിലി സ്കിന്നുകാർക്കും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ. എൻ്റെ നല്ല ഓയിലി സ്കിന്നാണ്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ളൊരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ. അപ്പോൾ ഇത് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നിങ്ങൾ മേക്കപ്പ് ചെയ്യണ സമയത്ത് മോയ്സ്ചറൈസർ ഒന്നും അപ്ലൈ ചെയ്യാത്ത ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. നമ്മൾ മേക്കപ്പ് ചെയ്യാനായിട്ട് മുന്നേറ്റ് ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് ഒന്നും കൂടിയും നമ്മൾ ചെയ്യുന്ന മേക്കപ്പ് നമ്മുടെ സ്കിന്നിലേക്ക് നല്ല ക്ലീൻ ആയിട്ട് നല്ല വൃത്തിയായിട്ട് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അവിടെ ഇവിടെ ഇങ്ങനെ എന്താ പറയുക, മൊത്തത്തിൽ ആകെ ഒരു ജാതിയായിട്ടുണ്ടാവും. പെട്ടെന്ന് അത് റിമൂവ് ആയിട്ട് പോരാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് നല്ല ഓയിലി അല്ല എന്നാൽ ചെറിയൊരു ഗ്ലോ തോന്നണം. അത് ഓട്ടോമാറ്റിക് എൻ്റെ സ്കിന്നിലൊരു ഗ്ലോ വരും. കുറച്ചും കൂടി ഒന്ന് വേർത്ത് കഴിഞ്ഞാൽ എന്തായാലും ഗ്ലോ വരും, കാരണം അത്രയും ഓയിലി സ്കിന്നാണ്. അപ്പോൾ മാക്സിമം എനിക്ക് നല്ല ഓയിലി അല്ല എന്നാൽ ചെറിയൊരു ഗ്ലോയും കൂടിയും വേണം. അങ്ങനത്തെ ഒരു മേക്കപ്പ് ലുക്കാണ് എനിക്കിഷ്ടം. മേക്കപ്പ് ലുക്കല്ല, അങ്ങനത്തെ സ്കിന്ന് അങ്ങനെ ഇരിക്കുന്നതാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. ഓക്കെ, അപ്പം ഞാനിത് നമ്മളുടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ഞാൻ ലിപ് ബാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി ഞാൻ ലിപ് ബാം അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ലിപ് ബാം അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ തന്നെ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലിപ്സ്റ്റിക് അത്രയ്ക്ക് അങ്ങോട്ട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കില്ല, നമ്മൾ ഉദ്ദേശിച്ച ഷെയ്ഡ് ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലിപ് ബാം ജസ്റ്റ് ഒന്ന് റിമൂവ് ആക്കിയിട്ട് വേണം നമ്മുടെ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഞാൻ നമ്മളുടെ കൺസീലറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കൺസീലറോ അല്ലെങ്കിൽ കളർ കറക്റ്ററൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കാരണം നമ്മുടെ സ്കിൻ ടോണ് എല്ലാ ഭാഗത്തും ഒരേ ഷെയ്ഡല്ലല്ലോ. ഇവിടെ ഒരു ഷെയ്ഡായിരിക്കും, നെറ്റിയും ഒരു ഷെയ്ഡായിരിക്കും, ഈ ഒരു ഏരിയയിൽ വേറെ ഷെയ്ഡായിരിക്കും, ഇവിടെ വേറെ ഷെയ്ഡായിരിക്കും, അങ്ങനെ പല പല ഷെയ്ഡായിരിക്കും നമ്മുടെ സ്കിന്നിൽ ഉണ്ടായിരിക്കുക. അതൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നല്ലെങ്കിൽ നമ്മളുടെ കളർ കറക്റ്റർ എടുക്കാം, ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫൗണ്ടേഷൻ ഉണ്ടല്ലോ അതിനേക്കാളും ഒന്നുകൂടിയും ഡാർക്ക് ആയിട്ടുള്ള കൺസീലർ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കൺസീലറാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഈ ഒരു ബ്ലാക്ക് ഏരിയ അല്ലെങ്കിൽ ഒന്നുകൂടി ഡാർക്ക് ആയിട്ടുള്ള ഏരിയയിലൊക്കെ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു ഏരിയയിൽ കണ്ട, ഇത് ശരിക്കും എൻ്റെ ഒരു സ്കിൻ ടോണാണ് ഈ ഒരു കൺസീലർ. പക്ഷേ നമ്മൾ ഫൗണ്ടേഷൻ ഇടുന്ന സമയത്ത് ഒന്നും കൂടി ഒരു പൊടിക്ക് ലൈറ്റ് ആയിട്ടുള്ളത് ഇടുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മൾ എവിടേക്കെങ്കിലും പോയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വേർത്ത് കഴിഞ്ഞാൽ നമ്മളെ കറക്റ്റ് ഷെയ്ഡ് ആയിട്ടുള്ള ഫൗണ്ടേഷനാണ് നമ്മൾ ഇടണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് ഡാർക്ക് ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാവും. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ, ഒന്നുകൂടി ഒന്ന് ഡാർക്ക് ആയിട്ടുള്ള ഫീൽ ഉണ്ടാവും. അപ്പോൾ ഒരു പൊടിക്ക് എന്താ പറയുക, ഞാനിപ്പോൾ ഇട്ടുള്ള ഒരു ഷെയ്ഡിനേക്കാളും ഒരു പൊടിക്ക് ലൈറ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെയും പോയിട്ടൊക്കെ ഉണ്ട്, വേർത്തിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് എത്ര വലിയ ബോറായിട്ട് തോന്നില്ല. ഓക്കെ, അപ്പോൾ ഞാനിത് കണ്ണിൻ്റെ ഭാഗത്തും ജസ്റ്റ് ഇവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഈ കൺസീലറും അതേപോലെ തന്നെ ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നല്ല അങ്ങോട്ട് വാരി പൊത്തരുത്. അപ്പോഴാണ് നമുക്ക് ഈ ലാസ്റ്റ് പുട്ടിയടിച്ച ഫീൽ വരിക. അല്ലാതെ നമ്മൾ ഒക്കെ ലൈറ്റായിട്ട് ഇട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പുട്ടിയടിച്ച ഫീൽ തോന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് കണ്ണിന് മുകളിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊന്നിനി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്ന ഈ ഒരു സ്പഞ്ചാണ്. അപ്പോൾ നിങ്ങളുടെ ഏതാ ഉള്ളത് വെച്ചെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇതില്ല, കൈ വെച്ചിട്ടാക്കണം എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, കൈ വെച്ചിട്ട് തന്നെ ആക്കുക. പരമാവധി ഇങ്ങനത്തെ ബ്യൂട്ടി സ്പഞ്ച് അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു ബ്രഷ് ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. കാരണം നമുക്ക് കയ്യിലും ആവില്ല, മാത്രമല്ല നല്ല രീതിക്ക് തന്നെ അതൊന്ന് നമ്മളുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആയിട്ടുണ്ടാവും. മറ്റേ നമ്മൾ കൈ വെച്ചിട്ടാക്കുമ്പോൾ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആവാത്ത പോലെ ഫീൽ ചെയ്യും. ചിലപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് ആയിക്കൊള്ളണമെന്നില്ല എല്ലാ ഭാഗത്തേക്കും, അല്ലെങ്കിൽ നല്ല നമ്മൾ ടാൽക്കം പൗഡറൊക്കെ അപ്ലൈ ചെയ്യണ പോലെ അങ്ങനെ ഇടാൻ പറ്റുന്ന ഒരു ഐറ്റം അല്ല നമ്മൾ ഈ ഒരു ഫൗണ്ടേഷനും കൺസീലർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇങ്ങനെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവറായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് എടുക്കുകയില്ല, നല്ല ഫിനിഷ് ലുക്കും കിട്ടും. ഓക്കെ, അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് തന്നെ നമ്മൾ ജസ്റ്റ് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും കൂടിയും ചെയ്യുന്നുണ്ട് ആ ഒരു ഏരിയയിൽ നിന്ന്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് ജസ്റ്റ് ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഐ മേക്കപ്പിനായിട്ട് മുന്നേ ആയിട്ട് നമുക്ക് ഐബ്രോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഐബ്രോ ഞാൻ ജസ്റ്റ് ഒരു ഐബ്രോ പെൻസിൽ യൂസ് ചെയ്തിട്ട് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ കോംബ് ചെയ്തെടുക്കാം കേട്ടോ. കോംബ് ചെയ്തിട്ട് ആ മുകളിൽ നിന്നുള്ള ഹെയർ ജസ്റ്റ് ഒന്നിങ്ങനെ കാണുന്നുണ്ടോ നിങ്ങൾക്ക് അറിയില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ താഴ്ത്തിക്ക് ആക്കാം. മുകളിലേക്ക് ഇങ്ങനെ നിൽക്കുന്ന ഹെയർ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്നിങ്ങനെ ഇങ്ങനെ താഴ്ത്തിക്കാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു അറ്റത്ത് നിന്ന് തുടങ്ങുന്ന സമയത്ത് ഇവിടെ അത്രയ്ക്കും കളർ കൊടുക്കരുത്, ഡാർക്ക് ആക്കരുത്. നമ്മൾ ഈ ഒരു സെൻറ്റർ പോർഷനിൽ നിന്നൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. സെൻറ്റർ അല്ല, തുമ്പത്ത് നിന്നല്ലാതെ ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ ആയിട്ട് നമുക്ക് ലൈൻ ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ ആ ഒരു ഷേപ്പിൽ തന്നെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഐബ്രോ പാലറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നന്നായിരിക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ താഴത്തുനിന്ന് ആ ഒരു ഷെയ്ഡ് ഇങ്ങനെ കൊണ്ടുവരാം കേട്ടോ. താഴത്ത് നമുക്ക് ലൈൻ ചെയ്ത് കൊടുക്കാം, ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഈ സെൻറ്റർ ഭാഗത്തുനിന്ന് ഇങ്ങനെ ലൈൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ജസ്റ്റ് നമുക്കൊന്ന് കോംബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, സെറ്റല്ലേ? നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഇത് ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് അടുത്തതും ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാനിവിടെ നമ്മുടെ ഐ ഷാഡോ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഐ ഷാഡോ പാലറ്റ് ആണ് എടുക്കുന്നത്, നമ്മുടെ മാഴ്സിൻ്റെ. ഞാൻ എപ്പോഴും നമ്മുടെ എന്നുള്ളത് വരുന്നുണ്ടല്ലേ, അത് മാറ്റാൻ നോക്കിയിട്ടും പറ്റുന്നില്ല കേട്ടോ. കുഴപ്പമില്ല അല്ലേ. നെക്സ്റ്റ് നമുക്കിനി ഐ ഷാഡോ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഐ ഷാഡോ അപ്ലൈ ചെയ്യാനായിട്ട് മുന്നേറ്റ് നമ്മൾ കണ്ണിന് മുകളിലായിട്ട് ഒരു ഫൗണ്ടേഷനോ ഒന്നുകൂടി ലൈറ്റർ ആയിട്ടുള്ള ഫൗണ്ടേഷൻ യൂസ് ചെയ്യണത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം നമ്മളുടെ ഐ ഷാഡോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി എടുത്ത് നിൽക്കും, ഒന്നും കൂടി നല്ലൊരു നല്ല ഭംഗിയായിട്ടുണ്ടാകും. ഐ ഷാഡോ ഒന്നും കൂടി നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഞാൻ ഒന്നും കൂടി നമ്മളുടെ സ്കിൻ ടോണിനേക്കാളും ലൈറ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇത് നമുക്കിനി നല്ല രീതിക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ബ്രഷോ അല്ലെങ്കിൽ നമ്മളുടെ സ്പഞ്ചോ യൂസ് ചെയ്തിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്കിത് സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല രീതിക്ക് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതേ താഴത്തേക്കും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി വെക്കാം. നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങനെ താഴത്തേക്കും കൊണ്ടുവരാം കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ ഐ ഷാഡോ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മാഴ്സിൻ്റെ ഈ ഒരു ഐ ഷാഡോ പാലറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ഐ ഷാഡോ പാലറ്റ് ഇത് കണ്ടോ, ഇതെൻ്റെ മോളുടെ പണിയാണ്. അവളാകെ കുഴിയാക്കി വെച്ചിട്ടുണ്ട് അവിടെ. ഓക്കെ, അപ്പം നമ്മളിനി ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഒരു ഡാർക്ക് ഷെയ്ഡും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഞാൻ മേക്കപ്പ് അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ഒരു ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു ഐ ഷാഡോ മേക്കപ്പ് അല്ല ഐ മേക്കപ്പാണ് അത് കേട്ടോ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാവേ. ഇത് ഈ ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ, ഏതാ? ഓക്കെ, ഈ ഒരു ഷെയ്ഡ് ഇതാണ് നമ്മൾ ഫസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഐ ഷാഡോയുടെ ബ്രഷ് വേറെ, ഐ ഷാഡോ യൂസ് ചെയ്യുന്ന ബ്രഷ് വേറെയാണ്. അപ്പോൾ അതെനിക്ക് വാങ്ങിക്കണം, എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല. അപ്പോൾ അത് കാരണം ഞാൻ ജസ്റ്റ് എൻ്റെ കയ്യിലുള്ള ബ്രഷ് യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ചെറുതാക്കിയിട്ടാണ് പിടിക്കുന്നത്. നമുക്ക് അത്രയും ഇതിനേക്കാളും ചെറിയൊരു ബ്രഷാണ് ആവശ്യം. അപ്പോൾ അതെൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിത് ഈ ഒരു ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ റൗണ്ടായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് മിററിൽ നോക്കുന്നുണ്ട്, എനിക്ക് വ്യക്തമായിട്ട് കാണുന്നില്ല. ഓക്കെ, അപ്പം ഞാൻ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് മൊത്തത്തിൽ ഈ ഒരു ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക്
അതന്നെ താഴ്ത്തിക്കും. അതിൽ ബാക്കി ഉണ്ടെങ്കിൽ മാത്രം മതി, അല്ലാണ്ട് എക്സ്ട്രാ അതിൽ നിന്ന് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ താഴ്ത്തിക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ആ ഒരു ഷെയ്ഡ് തന്നെ. ഇത് നമ്മളുടെ സ്കിൻ ടോണിനായിട്ട് മാച്ച് ചെയ്ത് പോകുന്ന ഒരു ഷെയ്ഡാണ്, അത് കാരണം കുഴപ്പമില്ല. അപ്പം ഇത് എൻ്റെ സ്കിൻ ടോണിന് കുഴപ്പമില്ലെന്ന് തോന്നിയിട്ടുള്ള ഒരു ഷെയ്ഡ്, അത് കാരണമാണ് ഞാൻ ജസ്റ്റ് താഴത്തേക്ക് ഇങ്ങനെ ഇറക്കുന്നത്. അപ്പോൾ നമ്മളുടെ കണ്ണിനടിയിലുള്ള ആ ഒരു ബ്ലാക്ക് ഷെയ്ഡും ഒന്ന് റിമൂവ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ബോറായി തോന്നുമെങ്കിലും സംഭവം കുഴപ്പമില്ലാത്ത രീതിയിലാവും കേട്ടോ. ഓക്കെ, നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ടില്ലല്ലോ, അപ്പം നമ്മൾ ഐ മേക്കപ്പ് കഴിഞ്ഞിട്ട് വേണം ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളിങ്ങനെ ഐഷാഡൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു താഴത്തേക്ക് പൊടിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു പൊടിയും കളറൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വന്നാൽ പിന്നെ അത് തുടയ്ക്കാനോ അല്ലെങ്കിൽ നമ്മൾ കണ്ണ് എഴുതുന്ന സമയത്ത് എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് ആവുകയാണെങ്കിൽ തന്നെ അത് തുടയ്ക്കാനൊക്കെ ആയിട്ട്, അപ്പോൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തതിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ അതാകെ അലങ്കോലാവും, വെച്ചാൽ വൃത്തികേടാവും. അപ്പം നമ്മൾ ഐ മേക്കപ്പ് കഴിഞ്ഞിട്ട് ഫൗണ്ടേഷൻ ഇടുന്നതാണ് ഒന്നുകൂടി നല്ലത്. ഓക്കെ, അപ്പം നമ്മൾ ആ ഒരു ഷെയ്ഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ ഒരുമാതിരി ഗോസ്റ്റ് ലുക്ക് ഉണ്ടല്ലേ, കുഴപ്പമില്ല, നമുക്ക് സെറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഞാനിത് ഈ ഒരു ഷെയ്ഡാണ് എടുക്കുന്നത്, ഈ ഒരു ബ്രൗൺ ഷെയ്ഡാണ് ഇനി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുഞ്ഞി ബ്രഷാണ് വേണ്ടത്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ഈ ഒരു ലാസ്റ്റ് ഭാഗമല്ലേ നമ്മളുടെ കണ്ണിൻ്റെ ഈ ഒരു എൻഡ് ഏരിയ, ആ ഭാഗത്തായിട്ട് നമുക്ക് ഈ ഒരു കളറ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ ഓക്കെ, സെൻട്രലിൽ നിന്ന് ആ എൻഡ് ഭാഗത്തായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ആ ഒരു ബ്രഷാണ് യൂസ് ചെയ്യുന്നുണ്ട്, കാരണം നമുക്ക് ഐഷാഡൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് കൂടുതലും ബ്രഷ് ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി വൃത്തിയിൽ കെടുക്കും, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആവാതെ നല്ല വൃത്തിയിൽ കെടുക്കും. അപ്പം ഞാൻ ബ്രഷ് ഇല്ലാത്തതുകൊണ്ട് ഇതന്നെ കണ്ടോ കുഞ്ഞേതാക്കി പിടിച്ചിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇതേപോലെ ഇതുണ്ടോ, നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ അതേ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല ക്യാമറയിൽ. ഈ ഒരു ഷെയ്ഡ് ലൈറ്റും ഈ ഒരു ഷെയ്ഡ് കുറച്ച് ഡാർക്കും ആയിട്ടാണ് ഇരിക്കുന്നത്, കാരണം നമ്മൾ ഈ ഒരു ഷെയ്ഡ് ലൈറ്റ് ഷെയ്ഡ് കൊടുത്തിട്ട് എൻ്റെ ഭാഗത്തായിട്ടാണ് നമ്മൾ ഈ ഒരു ഡാർക്ക് ഷെയ്ഡ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കുഞ്ഞ് ബ്രഷ് ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നമുക്ക് ക്ലീൻ ആയിട്ട് ഒന്നും കൂടി എടുത്ത് നിൽക്കണ രീതിയിൽ ഒന്നും കൂടി നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഈ ഒരു ബ്രഷ് ആയി കാരണം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പറ്റുന്നില്ല. അപ്പോൾ നിങ്ങളുടെ അങ്ങനത്തെ ബ്രഷൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നന്നായിട്ടുണ്ടാവും. നമ്മൾ കണ്ണൊക്കെ എഴുതി കഴിഞ്ഞാൽ ഒന്നുകൂടി നന്നായിട്ടുണ്ടാവും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഐഷാഡോ ഇട്ടിട്ടുള്ള ആ ഒരു ഏരിയ നമുക്കൊന്നുകൂടി എടുത്ത് നിൽക്കണം എന്നൊക്കെ ഒരു ഫീൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗിൽറ്റർ പോലത്തെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഈ ഒരു ഗോൾഡൻ ഈ ഒരു ഷെയ്ഡ് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് കൈ വെച്ചിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഒരു സെൻറ്റർ ഭാഗത്തായിട്ടാണ് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇങ്ങനെ സെൻറ്റർ ഭാഗത്ത് തട്ടിച്ചിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു ഐഷാഡോ ഷെയ്ഡ് എടുത്തിട്ടുള്ളതും എല്ലാതും അത്രയ്ക്ക് കണ്ട് എടുത്ത് നിൽക്കുന്ന ഒരു ഷെയ്ഡല്ല, എൻ്റെ സ്കിൻ ടോണിന് അത്രയ്ക്ക് കണ്ട് എടുത്ത് നിൽക്കുന്ന ഒരു ഷെയ്ഡല്ല. എനിക്ക് ഈ ഒരു ഷെയ്ഡാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ. നമുക്ക് ഐഷാഡോ എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എഴുതിയിട്ടുണ്ട്, എന്നാൽ പെട്ടെന്ന് അങ്ങോട്ട് ആർക്കും തോന്നില്ല, അങ്ങനത്തെ ഒരു രീതിയിൽ അപ്ലൈ ചെയ്യുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഈ ഒരു എടുത്ത് നിൽക്കാത്ത കളറ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് രണ്ട് ഭാഗത്തും ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് നമുക്കിനി ജസ്റ്റ് ആ ബ്രഷ് വെച്ചിട്ട് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ ഐഷാഡോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഷെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് എടുത്ത് നിൽക്കുന്ന ഷെയ്ഡല്ല, ഐ നോ. പക്ഷേ എനിക്ക് ഈ ഒരു ഷെയ്ഡാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. എന്താ പറയുക, ഒരു നമ്മുടെ സ്കിൻ ടോണിനേക്കാളും ആ ഒരു മാച്ച് ചെയ്യണ ആ ഒരു ഷെയ്ഡാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം. ഏത് ഡ്രസ്സിലേക്കാണെങ്കിൽ കൂടിയും ഐഷാഡോ ഇടുന്നുണ്ടോ എന്നാൽ അങ്ങനെ എടുത്ത് നിൽക്കരുത്, അങ്ങനത്തെ ഒരു രീതിയാണ് പേഴ്സണലി എനിക്കിഷ്ടം. അത് കാരണമാണ് ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഐ ലൈനർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ കാജലാണോ എന്താണോ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഐ ലൈനറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ,
അപ്പം ഞാൻ ജസ്റ്റ് മുകളിൽ മാത്രമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ഉള്ളത് ഏതാണോ അതിനനുസരിച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എൻ്റെ ഇപ്പോൾ ഉള്ളത് ഈ ഒരു ഐലൈനർ ആണ്. നിങ്ങൾക്ക് മറ്റേ ഓക്കെ, അപ്പോൾ നമ്മളുടെ കണ്ണ് എഴുതി കഴിഞ്ഞിട്ടുണ്ട്. കണ്ണ് ഞാൻ ജസ്റ്റ് മുകളിൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ. എനിക്ക് കൂടുതലും അതാണ് ഇഷ്ടം. രണ്ടും എഴുതില്ല, താഴത്തും മുകളിലും അങ്ങനെ എഴുതില്ല എന്നല്ല, ഓരോ ഔട്ട്ഫിറ്റിലേക്ക് നമുക്ക് ഓരോന്നല്ലേ നമുക്ക് ഓരോരുത്തർക്ക് ഇഷ്ടം ഉണ്ടാവുക. അപ്പോൾ എനിക്ക് ഇങ്ങനെ ചുരിദാർ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇടണം. എനിക്ക് ഈ ഇങ്ങനെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ മുകളിൽ മാത്രം എഴുതുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ. അടുത്തത് ഞാൻ ഇനി മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഐ ലാഷസ് ഒന്ന് കേൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കേൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുള്ള ഒരു ഐറ്റം അത്. ഞാൻ ഇത് യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം എനിക്ക് എന്താ പറയുക, ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു സാധനം കൂടി അതേ ഇത്. അപ്പോൾ നമ്മളിത് കേൾ ചെയ്തതിന് ശേഷം മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല ഭംഗിയായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു 10 സെക്കൻഡ് അവിടെ ഹോൾഡ് ചെയ്ത് വെക്കുക, എന്നിട്ട് എടുക്കാം. ഓക്കെ, ഞാൻ ഈ ഒരു ഐറ്റം യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഇതിൻ്റെ ആവശ്യം എന്താ, നമുക്ക് നമ്മളുടെ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുത്താൽ പോരെ എന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ യൂസ് ചെയ്യൽ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഐലാഷ് കളർ വന്നിട്ട്. അപ്പോൾ അത് ചെയ്തതിന് ശേഷം നമ്മൾ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഈ ഒരു കളർ യൂസ് ചെയ്തപ്പോൾ തന്നെ ഓൾമോസ്റ്റ് കണ്ടോ, നമ്മൾ ഐഷാഡോ അല്ല എന്താണ് നമ്മുടെ മസ്കാര അപ്ലൈ ചെയ്ത കണക്കിന് നമ്മളുടെ പീലൊക്കെ നല്ല രീതിക്ക് തന്നെ വിടർന്ന് നിൽക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതും കൂടി, നമ്മുടെ ഈ ഒരു മസ്കാരയും കൂടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടി നല്ല ഭംഗിയായിട്ടുണ്ടാവും. ഓക്കെ, അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു മസ്കാര വന്നിട്ട് മാഴ്സിൻ്റെ തന്നെയാണ് കേട്ടോ. മാഴ്സിൻ്റെ മസ്കാരയാണ്. സി, നല്ല രീതിക്ക് തന്നെ കണ്ണ് ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ടല്ലേ. ഇത് ഒറിജിനലാണ്, ഞാൻ വേറെ ഫിറ്റ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷേ നമ്മൾ ഈ ഒരു കളർ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു മസ്കാര അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ല ഭംഗിയായിട്ടുണ്ടാവും ഇല്ലേ. ഓക്കെ, ഇനി താഴത്ത് നമ്മൾ ജസ്റ്റ് ഫൗണ്ടേഷൻ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഇനി താഴത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആകെ പരന്നു കഴിഞ്ഞാൽ പ്രശ്നമാവും. അപ്പോൾ അത് കാരണം തന്നെ നമുക്കിനി നെക്സ്റ്റ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഫൗണ്ടേഷൻ വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഷെയ്ഡേ അല്ല, ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ നമ്മുടെ ഈ ഒരു കൺസീലറും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഫൗണ്ടേഷനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കാരണം ഈ ഒരു ഫൗണ്ടേഷൻ അല്ല, ഈ ഒരു കൺസീലർ സെയിം എൻ്റെ ഒരു ഷെയ്ഡാണ്. അപ്പോൾ എനിക്ക് ഒന്നും കൂടി ലൈറ്റ് ഷെയ്ഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്മുടെ ഫൗണ്ടേഷൻ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി. ഞാൻ ഒത്തിരി ഒന്നും എടുക്കുന്നില്ല കേട്ടോ, നമുക്ക് കുട്ടി അടിച്ചൊരു ഫീലേ വേണ്ട. അപ്പോൾ നമ്മൾ ലൈറ്റായിട്ട്, വളരെ ലൈറ്റായിട്ട് നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ നമ്മുടെ ഫേസിലേക്ക് അങ്ങനെ ഡയറക്റ്റായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാതെ ഇതേപോലെ ജസ്റ്റ് ഒന്ന് കയ്യിലെടുത്തതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഏകദേശം എൻ്റെ ഒരു ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട്. ഒന്നുകൂടി ലൈറ്റായിട്ടുള്ള ഒരു ഷെയ്ഡ്, ഒരു പൊടിക്ക് ലൈറ്റ്. ഓക്കെ, അപ്പോൾ ഇനിയും നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും ഒരു തരിയേശയാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, കണ്ണിന് താഴൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. മുകളിലേക്ക് അവിടേക്ക് ഓർമ്മയില്ലാതെ തട്ടിക്കാൻ നിൽക്കരുത്, കാരണം നമ്മൾ ഐ മേക്കപ്പ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, നമ്മളിനി ബാക്കിയുള്ളത് നെക്കിലും കൂടിയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. സ്പഞ്ച് യൂസ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വളരെ ലൈറ്റായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സ്പഞ്ചോ അല്ലെങ്കിൽ നമ്മുടെ ആ ബ്രഷോ യൂസ് ചെയ്യാം കേട്ടോ. നമ്മളുടെ ഈ സ്പഞ്ച് യൂസ് ചെയ്യുന്ന സമയത്ത് ഒന്ന് വെറ്റാക്കണത് നല്ലതാണ് കേട്ടോ. എന്നുവെച്ചാൽ നമ്മുടെ ഈ ഒരു മേക്കപ്പ് ഒന്നുകൂടി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും, ഭയങ്കരമായിട്ട് അങ്ങോട്ട് വിയർത്തൊട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് വെറ്റാക്കരുത്, കാരണം അത് മൊത്തം നമ്മൾ ചെയ്യണ മേക്കപ്പ് മൊത്തം നമ്മളുടെ ഈ ഒരു എന്താ പറയുക സ്പഞ്ചുമ്പോൾ നിൽക്കും. അത് കാരണം തന്നെ നല്ല രീതിക്ക് അങ്ങോട്ട് വെറ്റാക്കാൻ നിൽക്കരുത് കേട്ടോ.
ഓക്കെ, ഇനി ഞാനിവിടെ ഒരു ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾക്ക് നമ്മളുടെ ഐബ്രോ ഉണ്ടല്ലോ, ഐബ്രോയുടെ അവിടെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നന്നായിട്ടല്ല, അപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ഫീൽ ഉണ്ടാവും. ഇത് ഈ ഒരു താഴത്തെ ഭാഗമല്ലേ, ഈ ഒരു താഴത്തെ ഏരിയ, ഈ ഒരു ഏരിയ അവിടെയിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, നല്ല അങ്ങോട്ട് എടുത്ത് നിൽക്കുന്ന രീതിയിലല്ല, ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. അവിടെ ഓവറാക്കി ചളമാക്കാൻ നിൽക്കല്ലേ. ഓക്കെ, അപ്പോൾ ഒരു തുള്ളി തന്നെ 2 ഏരിയയിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിലല്ല കേട്ടോ, ഈ ഒരു ഭാഗമല്ലേ നമുക്ക് ഷേപ്പിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയല്ലേ, അപ്പം ഈ ഒരു ഷേപ്പിൽ ഇവിടേക്ക് ഈ ഒരു ഏരിയയില് ഷേപ്പ് കൊണ്ടുവരുന്ന ആ ഭാഗമല്ലേ, മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. ആ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഹൈലൈറ്റർ. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി നമ്മുടെ ഐബ്രോ നല്ല ഭംഗിയിൽ എടുത്ത് നിൽക്കുന്നൊരു ഫീൽ ഉണ്ടാവും. ഓക്കെ ഓക്കെ, അപ്പോൾ ഈ നെക്സ്റ്റ് ഞാൻ ബ്ലഷാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അവിടെ ആ ഭാഗത്തൊക്കെ വെളിച്ചം വന്നു, നല്ല വെയിലിൻ്റെ അടിക്കുന്നുണ്ട്. അത് കാരണം കൊണ്ട് എൻ്റെ സ്കിൻ ഒന്നും കൂടി ലൈറ്റ് ആയിട്ടാണ് കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എനിവേ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ബ്ലഷ് ഇതേ ഈ ഒരു ഏരിയയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല കാര്യമായിട്ട് വേണ്ട, ചെറുതായിട്ട് ഒന്നിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ നോസിൻ്റെ ഏരിയയിലും അവിടെ എനിക്ക് ഒത്തിരി ഇരുന്ന് ഇഷ്ടമില്ല സംഭവം. ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടും കൂടി ആയ കാരണം ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഈ ബ്ലഷ് ഐറ്റം എനിക്ക് ഒത്തിരി ഇടുന്നത് ഇഷ്ടമില്ല. അങ്ങനെ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ ഓക്കെ, ബ്ലഷ് ഒന്ന് കുറഞ്ഞു പോയി എന്ന് തോന്നുന്നു. ഒന്നുകൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ഇതേ നമ്മൾ ബ്ലഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല അങ്ങോട്ട് എടുത്ത് നിൽക്കുന്ന രീതിയിലല്ല, എന്നാലും ചെറിയൊരു രീതിയിൽ ഞാനിവിടെ ബ്ലഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്കിനി ടാൽക്കം പൗഡർ അപ്ലൈ ചെയ്യാം, നമ്മളുടെ ഈ ഒരു കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാം. വേണമെങ്കിൽ ഹൈലൈറ്ററും കൂടി യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ സാധാ ഒരു ടാൽക്കം പൗഡർ ആയിട്ട് അപ്ലൈ ചെയ്യുന്നത്. എനിക്ക് കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടിയും നമ്മൾ എവിടേക്കെങ്കിലുമൊക്കെ പോയിട്ട് നമുക്ക് ഒന്നും കൂടിയും വേർത്ത് കഴിഞ്ഞാൽ ആകെ ഇരുണ്ടൊരു ഫീൽ ഉണ്ടാവും. എനിക്ക് മാത്രമാണോ അങ്ങനെയെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് അത് കാരണം കൊണ്ട് കോമ്പാക്ട് പൗഡർ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഞാൻ ഒരു സാധാ ടാൽക്കം പൗഡറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു സെബാമെഡിൻ്റെ ഈ ഒരു ടാൽക്കം പൗഡറാണ് കേട്ടോ. എനിക്ക് ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ അങ്ങനെ പെട്ടെന്ന് വേർക്കാതെ ഈ നമ്മുടെ മേക്കപ്പ് ഒക്കെ ഒന്നുകൂടിയും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫീല് തോന്നാറുണ്ട്. ഒന്നുകൂടിയും നമ്മുടെ മേക്കപ്പ് അധികം എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ ഒന്നുകൂടി പെട്ടെന്ന് വേർക്കണ ഒരാളാണ് ഞാൻ. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അങ്ങനെ വേർക്കാതെ ഒന്നുകൂടി ലോങ് ലാസ്റ്റിംഗ് ആയി നിൽക്കുന്ന ഒരു ഫീല് തോന്നാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇത് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കാരണം നമ്മൾ ഫൗണ്ടേഷനും എല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനി കൈ വെച്ചിട്ട് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മൊത്തം നമ്മുടെ കയ്യിൽ പോരും എന്ന് മാത്രമല്ല ആകെ കൊളാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ടാൽക്കം പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ണിന് താഴേക്കിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോകല്ലേ. നല്ല രീതിക്കല്ല കേട്ടോ, എന്നാലും നമ്മൾ ആ ഒരു ഫിനിഷ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫിനിഷ് ലുക്കായിട്ടുണ്ട്. നമ്മൾ പൗഡറൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹൈലൈറ്റർ യൂസ് ചെയ്യാം ഒരു ഗ്ലോക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ചെറിയൊരു ഗ്ലോയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഹൈലൈറ്റർ യൂസ് ചെയ്യാം കേട്ടോ. വലുതായിട്ട് വേണ്ട, ചെറിയൊരു ഗ്ലോ. ഓട്ടോമാറ്റിക് എൻ്റെ സ്കിന്നിലൊരു ഗ്ലോ വരും. കാരണം ഈ ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും, പെട്ടെന്ന് തന്നെ നല്ല ഗ്ലോ ആയിട്ടുണ്ടാവും. ഗ്ലോ വരുത്തേണ്ട ആവശ്യമേ ഇല്ല. ഓക്കെ, കണ്ടോ.
ഇപ്പോൾ ഒരു ഗ്ലോ ആയിട്ടുണ്ട്, നല്ല രീതിക്ക് ആവുന്നില്ല, ചെറുതായിട്ട്. അത് കുറച്ചും കൂടി കഴിഞ്ഞാൽ എൻ്റെ നല്ല രീതിക്ക് തന്നെ ഗ്ലോ ആയിട്ടുണ്ടാവും. അത് കാരണം ഞാനിപ്പോൾ വല്ലാണ്ട് ഗ്ലോ ആക്കുന്നില്ല. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ മസ്കാര താഴത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ താഴത്തും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പൗഡറും അതേപോലെ തന്നെ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം മതി. പിന്നെ ഇത് അതിനൊക്കെ ശേഷം അപ്ലൈ ചെയ്യുന്ന സമയത്ത് താഴത്തേക്കൊന്നും ആവാതെ നോക്കണം കേട്ടോ. പിന്നെ അത് ആയി കഴിഞ്ഞാൽ റിമൂവ് ആക്കുമ്പോൾ നമ്മൾ ഇട്ടിട്ടുള്ള മേക്കപ്പ് റിമൂവ് ആയിട്ട് പോരും. ഓക്കെ, ഈ നമ്മൾ താഴത്ത് നമ്മളുടെ ഈ ഒരു മസ്കാര അപ്ലൈ ചെയ്തിട്ട് പിന്നെ മേക്കപ്പ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നമ്മൾ ടാൽക്കം പൗഡറോ നമ്മൾ എന്ത് നമ്മുടെ സ്കിന്നിൽ ഇടുകയാണെന്നുണ്ടെങ്കിലും അത് താഴത്തെ പീലിയും ആവാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വൈറ്റ് കളറിലാവും എടുക്കുന്നുണ്ടാവും നമ്മൾ ആ പീലി. അപ്പോൾ നമ്മൾ മസ്കാര ഇട്ടതിന് കാര്യമില്ലാണ്ടാവും. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇതേപോലെ താഴത്ത് ഇടുകയാണ് എന്തുകൊണ്ടും നല്ലത് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ താഴത്തും മസ്കാര അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, സെറ്റല്ലേ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മൾ ലിപ് ബാമൊക്കെ ഇട്ടിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് റിമൂവ് ആക്കിയതിന് ശേഷം നമുക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ലിപ് ബാം എല്ലാതും അങ്ങോട്ട് റിമൂവ് ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഒത്തിരി അങ്ങോട്ട് റിമൂവ് ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ലിപ് ലൈനർ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ലിപ് ലൈനർ വരുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ലിപ് ലൈനർ വെച്ചിട്ടാണ് ഞാൻ മൊത്തത്തിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ലിങ്ക് ചോദിച്ചിട്ട് കാര്യമില്ല, ഞാൻ അടുത്തുള്ള ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതേപോലത്തെ ഏകദേശം മാച്ചുള്ള ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. കറക്റ്റ് ഈ ഒരു ഷെയ്ഡ് എനിക്കറിയില്ല, ഞാൻ ഇനി നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കറക്റ്റ് ഈ ഒരു ഷെയ്ഡ് ആണോ എന്നുള്ളത്. കാരണം ഞാനിപ്പം പറഞ്ഞില്ല, അടുത്തുള്ള ഷോപ്പിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓക്കെ, നമ്മൾ ലിപ് ലൈനർ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു മാഴ്സിൻ്റെ ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ബോളിവുഡ് സർപ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ, 09. അപ്പോൾ ഈ ഒരു ഷെയ്ഡാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ഈ ഒരു ഷെയ്ഡാണ് വരുന്നത്. ഇത് ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ്ഡ് ആവുന്ന ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ ജസ്റ്റ് കൈ ഏറ്റവും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി നല്ല ഫിനിഷ് ലുക്കായിട്ട് കിടക്കുന്നുണ്ടാവും. എന്നിട്ട് ഇനി ഞാൻ ഈ ഒരു ടിഷ്യൂ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മുടെ ലിപ്സ്റ്റിക് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് നല്ല ഭംഗിയായിട്ടുണ്ടാവും. നമ്മൾ ഡാർക്ക് സ്കിൻ ടോണിനും ഡസ്കി സ്കിൻ ടോണിനും മീഡിയം സ്കിൻ ടോണിനും എല്ലാവർക്കും നല്ല ചേരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ നമുക്കങ്ങനെ ഓവറായിട്ട് അങ്ങനെ എടുത്ത് നിൽക്കില്ല, എന്നാൽ നല്ല ക്യൂട്ടായിട്ട് നല്ല ഭംഗിയായിട്ടുണ്ടാവും ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക്കും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനൊരു പൊട്ടും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൈലൈറ്റർ ഈ ഒരു ലിപ്പിൻ്റെ ആ ഒരു ഏരിയയിലായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക്, അതേപോലെ തന്നെ താഴത്തും. ഓക്കെ, അപ്പം നമ്മളുടെ ഈ ഒരു ഹൈലൈറ്റർ നമ്മൾ ഇത് ഈ ഒരു ഏരിയയിലും അതേപോലെ തന്നെ താഴത്തായിട്ടും ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ ലിപ്സ്റ്റിക് ഒന്നും കൂടി നല്ല ഷേപ്പിൽ ഒന്നുകൂടി എടുത്ത് നിൽക്കുന്ന ഒരു ലിപ്പ് നമ്മളുടെ എടുത്ത് നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും നമ്മളങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ വലിയ കാര്യമായിട്ടല്ല, എന്നാൽ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് ആൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഈ ഒരു മേക്കപ്പ് അത്രയും നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടും നല്ല അടിപൊളിയായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റായിട്ട് ഈ ഒരു സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് വന്നിട്ട് നമ്മളുടെ സ്വിസ് ബ്യൂട്ടിയുടെ ആണ്. ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഇതും ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ള എല്ലാ അതും അത്ര റേറ്റിൻ്റെ ഒന്നല്ല, 200, 100, 300 അടുത്ത്, ഏകദേശം 300 അടുത്ത് എന്താ പറയുക എമൗണ്ട് വരുന്ന ഐറ്റംസ് ആണ് ഞാൻ അവിടെയൊക്കെ കാണിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ ആയിരിക്കും ഏകദേശം ഒരു 400 അടുത്ത് റേറ്റ് ഉണ്ടാവുക. ബാക്കിയൊക്കെ നമ്മളുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐറ്റംസ് ആണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നമുക്ക് ഈ ഒരു സെറ്റി സ്പ്രേ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ മേക്കപ്പ് ഒന്ന് സെറ്റ് ആക്കാം കേട്ടോ ലാസ്റ്റായിട്ട്. ഓക്കെ, അപ്പോൾ വലിയ പുട്ടിയൊന്നും ഇല്ലാതെ നമ്മളുടെ മേക്കപ്പ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പം നമ്മളുടെ മേക്കപ്പ് ലുക്ക് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഹെയർ ഒന്ന് പിൻ ചെയ്യണം, ഇയറിങ്സ് ഇടണം, അങ്ങനെ കുറച്ച് കലാപരിപാടികളും കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും അത് കഴിഞ്ഞിട്ട് വരാം കേട്ടോ. അപ്പോൾ മുടി ഞാൻ ജസ്റ്റ് ഒന്ന് ക്രാബ് ചെയ്ത് വെച്ചിട്ടുള്ളൂ, വലിയ ആർഭാടായിട്ടൊന്നും കെട്ടിയിട്ടൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഈ ഒരു ഇയറിങ്സ് ആണ് ഞാൻ വെയർ ചെയ്യുന്നത്. ഇത് ഞാനിപ്പോൾ ഷോപ്പിൽ പോയപ്പോൾ ഇപ്പോൾ അടുത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇടുന്നുണ്ട്. അയ്യോ അല്ലേ, ഓക്കെ. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. നമുക്ക് എന്തെങ്കിലും വലിയ ഫംഗ്ഷനോ ചെറിയ ഫംഗ്ഷനോ എന്താണെങ്കിൽ കൂടി നമുക്ക് ഇത്രയും സിമ്പിളായിട്ട് ഒരുങ്ങി പോകാൻ പറ്റും, നല്ല ക്യൂട്ടായിട്ട് തന്നെ ഒരുങ്ങി പോകാൻ പറ്റും. അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുള്ളതൊക്കെ തന്നെ നല്ല അഫോർഡബിൾ റേറ്റിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്ട്സ് ഒക്കെയാണ്. അപ്പോൾ എനിക്ക് കിട്ടുന്നതിൻ്റെ ലിങ്കൊക്കെ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ്. യൂസ്ഫുൾ ആയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണാം.